നവരാത്രി ആഘോഷങ്ങളിൽ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ദുർഗാദേവിയായും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയായും പിന്നീടുള്ള 3 ദിവസങ്ങളിൽ സരസ്വതി ദേവിയായും സങ്കല്പിച്ചാണ് പൂജയും ആഘോഷവും നടത്തിവരുന്നത്. കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിനം മുതൽ 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ 3-ാം ദിവസം നടത്തുന്നത്. കയ്യിൽ അക്ഷരമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവിയുടേത്. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവന്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തന്റെ കൈകളിൽ സ്വീകരിക്കുകയും ചെയ്തു. പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തു. ഇതാണ് ദേവിയുടെ ഈ ഭാവം. ചന്ദ്രകല ശിരസിലുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അക്രമത്തോട് കോപം കാട്ടുന്നതും അസ്ത്രാദികൾ ധരിച്ചിട്ടുള്ളതുമാണ് ഈ ദേവീ സങ്കല്പം. 10 കൈകളിലായി ശൂലം, ഗദ, വാൾ, ചിമുദ്ര, താമര, അസ്ത്രങ്ങൾ, വില്ല്, അഭയം, വരദം, കമണ്ഡലു എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ദേവിയുടേത്. പിണ്ഡജ പ്രവരാരൂഢാം ചണ്ഡകോപാസ്പൃകൈര്യുതാം പ്രസാദം തനുതേ മയ്യാം ചന്ദ്രഘണ്ഠേതി വിശ്രുതാം.